SIR-മായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വിളിച്ച യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നു. SIR നടപടികൾക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണെന്ന് മുസ്ലിം ലീഗ് യോഗത്തിൽ വ്യക്തമാക്കി. ഇന്ത്യക്ക് പുറത്തു ജനിച്ചവർക്ക് അപേക്ഷ നൽകാൻ ഇപ്പോഴും സൗകര്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച പരാതികൾ പരിഗണിക്കുന്നില്ലെന്നും പ്രവാസികളുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ട് നടപടിയില്ലെന്നും മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. എല്ലാ മീറ്റിങ്ങുകളും ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണ് ഫോം 6A അപ്ലോഡ് ചെയ്യുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിക്കുമ്പോൾ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ റെസിഡൻഷ്യൽ അല്ല ബർത്തിൻ്റെ സ്റ്റാറ്റസ് ചോദിക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾ 5-5 ലക്ഷം ആളുകളുണ്ട് ഈ കേരളത്തിൽ. ആ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലില്ല. അതില്ല എന്ന പരാതി റൈറ്റിങ്ങിൽ കൊടുത്തു, നേരിട്ട് പറഞ്ഞു, മിനിറ്റ്സുകളൊക്കെ നോക്കിയാൽ അത് മനസ്സിലാകും. ഇന്ന് വരെ അത് തിരുത്തിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഞങ്ങൾ ഇതിനൊരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇതുവരെ സഹകരിക്കാവുന്ന എല്ലാം സഹകരിച്ചു. ഇപ്പോൾ ജനങ്ങളെ പാനിക്കാക്കുന്ന അവസ്ഥയാണ്. ഡോക്യുമെൻറ്റ്സ് കൊടുത്ത ആളുകൾ പോലും വീണ്ടും ഹിയറിങ്ങിന് ഹാജരാവേണ്ടി വരികയാണ്. പ്രവാസികളുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞാൽ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാണ് നോർക്കയൊക്കെ വെച്ചിരിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.